തോരാമഴയിലും മിഥുനെ അവസാനമായി കാണാൻ വഴിയോരങ്ങളിൽ ജനം കാത്തുനിന്നു. ശാസ്താംകോട്ടയിലെ ആശുപത്രിയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള തേവലക്കരയിലെ സ്കൂളിലേക്ക് വിലാപയാത്രയെത്താൻ 2 മണിക്കൂറോളം എടുത്തു. മിഥുന വിട നൽകാൻ ആശുപത്രി മുറ്റത്തും അനവധി ആളുകൾ എത്തിയിരുന്നു. കടലുപോലെ മനുഷ്യർ കണ്ണീരോടെ കാത്തുനിന്നു. പലരും മിഥുനെ നേരിട്ടറിയുന്നവർ പോലുമല്ല. സ്വന്തം മകനെന്ന പോലെ അമ്മമാർ വിതുമ്പി. വാർത്തയറിഞ്ഞെത്തിയവരെല്ലാം ഒരു നോക്ക് കണ്ടു. ദുഃഖവും പ്രതിഷേധവും തളം കെട്ടിയ അനേകം മുഖങ്ങൾക്ക് ഗ്രാമവീഥി സാക്ഷിയായി. അവസാനമായി തേവലക്കര സ്കൂളിലേക്ക് പോകുന്ന മിഥുനെ പ്രാർത്ഥനയോടെ യാത്രയാക്കി. രാവിലെ മുതൽ പെയ്ത മഴയെ വകവയ്ക്കാതെയാണ് റോഡിനിരുവശവും ആംബുലൻസ് കാത്ത് ആളുകൾ നിന്നത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടത് 10 മണിയോടെയാണ്. ഏകദേശം 12 മണിയോടടുത്താണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയത്. പ്രായവ്യത്യാസമില്ലാതെ ഒഴുകിയെത്തിയ ജനസഞ്ചയം നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് മിഥുന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.